ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മരിയൻസ് കിച്ചൻ. മരിയൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മരിയൻസ് കിച്ചണിലെ ഒരു അടിപൊളി വീഡിയോ ആണ് കാണാൻ പോകുന്നത്. നല്ല സൂപ്പറായിട്ടുള്ള കിണ്ണത്തപ്പത്തിൻ്റെ വീഡിയോ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് അരിപ്പൊടി വെച്ചിട്ടാണ് ഇത്രയും സോഫ്റ്റായിട്ടുള്ള കിണ്ണത്തപ്പം ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞോണം അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്, സാധാ അരിപ്പൊടി കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പുട്ടോ നൂൽപുട്ടോ എന്ത് വേണേലും ഉണ്ടാക്കാം. അപ്പോൾ ഇത് 2 കിലോൻ്റെ പാക്കറ്റാണ്. അപ്പോൾ അതിനകത്തുനിന്ന് 1 കിലോ പൊടിയാണ് ഞാൻ എടുക്കുന്നത്. 1 കിലോ പൊടിയൊക്കെയാണ് നിങ്ങൾ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് സെയിം അളവിന് എടുക്കുക. അല്ല കുറച്ച് പൊടി എടുക്കുന്നുള്ളെന്നുണ്ടെങ്കിൽ പറയുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ കുറച്ചെടുത്താലും മതിയാവും. അപ്പോൾ നമുക്കിതിനകത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചേർക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര എപ്പോഴും നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. പിന്നെ മാവ് കലക്കി വെക്കുമ്പോൾ മാവിന് നല്ല മധുരം വേണം. എന്നാൽ മാത്രമാണ് കിണ്ണത്തപ്പം ഉണ്ടാക്കി വരുമ്പോൾ കറക്റ്റ് നമുക്ക് മധുരത്തിന് കിട്ടത്തുള്ളൂ. അപ്പം പഞ്ചസാര കൂടുതലെടുക്കുക. പിന്നെ പഞ്ചസാര ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കിണ്ണത്തപ്പത്തിലേക്ക് ചേർക്കാനായിട്ട് നമുക്ക് ഏലക്കായ വേണം. ഞാനിപ്പോൾ 1 കിലോ പൊടിയായ കാരണം ഇത്രയും ഏലക്കായ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കുറവ് പൊടി എടുക്കുന്നുള്ളെങ്കിൽ ഒരു 3-4 ഏലക്കായ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നല്ല ജീരകമാണ്. ഈ പറഞ്ഞോണം 1 കിലോ പൊടിയായ കാരണം ഏകദേശം 1.5 ടേബിൾ സ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. നല്ല ജീരകം കുറച്ച് കൂടുതൽ കിടന്നോട്ടെ, കിണ്ണത്തപ്പല്ല, അപ്പോൾ അതിന് കുറച്ച് ഫ്ലേവർ കൊടുക്കുന്നത് നല്ല ജീരകമാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നാളികേരം പാലാണ്. നാളികേരം പാൽ ഞാൻ ഓൾറെഡി ഇവിടെ അടിച്ച് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 2 നാളികേരമാണ് എടുത്തിരിക്കുന്നത്. 2 നാളികേരത്തിൻ്റെ 1-ാം പാൽ, നല്ല കട്ടിയുള്ള 1-ാം പാലും പിന്നെ 2-ാം പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ ഒരു പ്രാവശ്യം അത് അരിച്ചതാണ്, എങ്കിലും അതൊന്നും കൂടി അരിക്കുന്നുണ്ട്. കാരണം അതിനടിയിൽ കൊറ്റനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നും കൂടി മരിച്ചെടുക്കണം. ഇതിപ്പോൾ 1 കിലോ പൊടിക്കാണ് ഞാൻ ഈ കണക്ക് പറഞ്ഞത്. 2 നാളികേരത്തിൻ്റെ നല്ല കട്ടിയുള്ള 1-ാം പാലും 2-ാം പാലും മാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ കുറവ് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ 1-ാം പാലും മാത്രം എടുത്താൽ മതി. അത് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതങ്ങ് നമ്മുടെ ഈ പൊടിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് ഇപ്പോൾ ഏലക്കായോ നല്ല ജീരകമോ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ആകെ കൂടി പൊടിയിൽ പഞ്ചസാരയും ഉപ്പും മാത്രമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ പകുതി പാലേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മുഴുവൻ പാലും ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് റെഡിയാക്കേണ്ട. കുറേശ്ശെ പാലൊഴിച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നല്ലൊരു ബാറ്ററാക്കി നമുക്ക് ഇതെടുക്കണം. ഇതിപ്പോൾ ആദ്യത്തെ ട്രിപ്പ് പാലൊഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു കട്ട പരിവാണ് കിട്ടിയത്. അപ്പോൾ അടുത്ത ട്രിപ്പും ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിത് കൈകൊണ്ടാണ് കുഴയ്ക്കാൻ പോകുന്നത്. സ്പൂൺ വെച്ച് കുഴച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലാവത്തുമില്ല, റെഡി ആവത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് കൈകൊണ്ട് നന്നായി കുഴച്ച് നല്ല കട്ടകളൊക്കെ ഉടച്ച് നല്ല ലൂസ് ബാറ്ററാക്കി എടുക്കണം. ലൂസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൂസല്ല, ഒന്ന് ദോശമാവിൻ്റെ ഒരു പരിവുണ്ടല്ലോ, അതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. പക്ഷേ ഈ മാവ് ഒരിച്ചിരി കട്ടിയാണ്. കുറച്ച് നാളികേരം പാൽ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നാളികേരം പാൽ എന്തിനും മാറ്റി വെച്ചെന്ന് കഴിഞ്ഞ് ഇത് മിക്സിക്ക് അകത്തിട്ടിട്ട് ഈ മാവ് ഒന്ന് അടിച്ചെടുക്കണം. ആ സമയത്ത് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രയും നാളികേരം പാൽ ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. ഇതിനകത്തോട്ട് ഞാനിവിടെ ഏലക്കായ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ. ഈ ഏലക്കായയുടെ തോടും ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കണ്ട കേട്ടോ, പൊടി മാത്രം ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കറിയാം മാവിനൊരു ഇച്ചിരി കട്ടി കൂടുതലാണ്. ഞാനിപ്പോൾ ബാക്കിയുള്ള നാളികേരം പാലുണ്ടല്ലോ മാറ്റി വെച്ചത്, അതും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് കറക്റ്റാണ് കേട്ടോ, നാളികേരം പാലിൻ്റെ കണക്ക്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത്രയും പൊടിയായ കാരണം ഒരൊറ്റ ട്രിപ്പിന് അടിച്ചെടുക്കാൻ പറ്റത്തില്ല. 1-2 ട്രിപ്പായിട്ട് അടിച്ചെടുക്കണം. ഏകദേശം ഒരു 30 സെക്കൻഡ് അടിച്ചെടുത്താൽ തന്നെ നല്ല ലൂസ് ബാറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് അടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കുകയാണ്. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. അതിപ്പോൾ പാത്രം ചെറുതായ കാരണം വലിയ പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ജീരകം ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ജീരകം ഉണ്ടായിരിക്കും. അതും കൂടി ചേർത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കോരി ഒഴിച്ച് ഉണ്ടാക്കാം. ഞാൻ എന്തായാലും ഇത് മാറ്റിയൊന്നും വെക്കണില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ സ്റ്റീലിൻ്റെ ഇഡ്ഡലി ചെമ്പാണ്. ഇതിനകത്തൊരു പ്രത്യേകത ഉള്ളത് തട്ട് ഉണ്ടാവില്ല. അതായത് അലുമിനിയത്തിൻ്റെ ഈ ഒരു പാത്രത്തിന് ഇങ്ങനെ ഒരു തട്ട് കിട്ടും. അത് നമ്മുടെ സ്റ്റീലിൻ്റെ ഇഡ്ഡലി ചെമ്പിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഈ തട്ടുണ്ടല്ലോ, അത് കമത്തിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ പാത്രം ഇറക്കി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ലെവലായിട്ട് നമ്മുടെ പാത്രം വെക്കാൻ പറ്റും. നിങ്ങളടുത്ത് അലുമിനിയത്തിൻ്റെ ചെമ്പാണെങ്കിൽ അത് എടുക്കാം കേട്ടോ. നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് സ്റ്റീലിൻ്റെ പാത്രമാണ് ഉപയോഗിക്കുക. സ്റ്റീലിൻ്റെ പാത്രത്തിൽ കുറച്ച് എണ്ണ തവി മൊത്തം ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് തണുത്ത് വരുന്ന സമയത്ത് നമുക്കിതിനകത്തുനിന്ന് വിടിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ അതങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എപ്പോൾ കിണ്ണത്തപ്പം ഉണ്ടാക്കാനാണെങ്കിലും നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം അത് ഇരുന്ന് ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ നല്ല ലൂസാക്കിയിട്ട് വേണം നമ്മൾ പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. പാത്രത്തിൽ ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കാനും പാടില്ല. വളരെ നേർത്തതാണ് കിണ്ണത്തപ്പം, വട്ടയപ്പം മാതിരി കട്ടിയല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് തന്നെ ഏകദേശം ഒരു 2 സ്പൂൺ, 2 കയ്യിൽ, ഈ ഒരു കയ്യിലുകൊണ്ട് 2 കയ്യിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗം ഈവനായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് ഇഡ്ഡലി ചെമ്പിനകത്തോട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ കൈ പൊള്ളാതെ സൂക്ഷിക്കുക. അതേപോലെ തന്നെ ഇങ്ങനെ പെട്ടെന്ന് വെക്കുമ്പോൾ ചിലപ്പോൾ മാവ് ഒരു ഭാഗത്തേക്കായിട്ട് പോവും. അപ്പോൾ അത് കറക്റ്റ് ലെവലനുസരിച്ച് വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ വെന്ത് വരുമ്പോൾ ഒരു ഭാഗം ഇച്ചിരി കനം കൂടിയിട്ടിരിക്കും, ഒരു ഭാഗം കനം കുറഞ്ഞിരിക്കും. ഇത് ഏകദേശം ഒരു 7 വേവിച്ചെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം ഇത് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷമാണ് ഇത് നിങ്ങളൊരു കത്തി വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് വിടിയിക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാതും ഞാനിപ്പോൾ കാണിക്കുന്നില്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ്. കണ്ടോ, ഇതേമാതിരിയാണ് കിണ്ണത്തപ്പം ഇരിക്കേണ്ടത്. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണം. വട്ടയപ്പം മാതിരി ഒരിക്കലും കട്ടി കൂടാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ മധുരം എപ്പോഴും കുറച്ച് കൂടുതൽ നിൽക്കണം കേട്ടോ കിണ്ണത്തപ്പത്തിന്, എന്നാലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. മരീൻസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം.